ഒരു 3D സംഭവം ആദ്യത്തെ എനിക്ക് വരച്ചു തന്നു. ലൈക്ക് മൈൻഡ് ബ്ലോയിങ്. അതായത് എനിക്ക് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പിന്നെ വേറെ എനിക്കൊരു തോട്ടില്ലായിരുന്നു. കാരണം പിന്നെ എനിക്ക് 100% ഷുവർ ആയിരുന്നു. കാരണം ഇവരുടെ കയ്യിൽ സേഫാണ്. ദേ ക്യാൻ ഡു ദ ബെസ്റ്റ് ആൻഡ് ലൈക്ക് ആദ്യത്തെ ഇനീഷ്യൽ ഇംപ്രഷൻ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. അതായത് എന്താണോ അവർ 3Dയിൽ എന്നെ കാണിച്ചു തന്നേക്കുന്നത് അതിനേക്കാൾ ഒരു പിടി മുന്നിലാണ് അവരുടെ ഔട്ട്പുട്ട് വന്നേക്കുന്നത്. അതിനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവരുടെ പ്രൈസ് കൊട്ടേഷൻ ആയിരുന്നു. കംപ്ലീറ്റ്ലി അഫോർഡബിൾ, അതിൽ യാതൊരു സംശയവും ഇല്ല. ഹായ്, എൻ്റെ പേര് ഡെറിക്. എൻ്റെ വീട് പാലായിലാണ്. ഞാൻ ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം ഞാൻ എൻ്റെ വീടൊന്ന് റിനോവേഷൻ ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റായിട്ട് കുറച്ച് നാളായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ വീട് ഏകദേശം ഒരു 10-12 കൊല്ലം പഴക്കമുള്ള വീടായിരുന്നു. ഒരു സിംഗിൾ സ്റ്റോറി വീട്. അപ്പം ബേസിക് നമ്മൾ ഉണ്ടായിരുന്നത് ഒരു സെമി ഫർണിഷ്ഡ് അല്ല, ജസ്റ്റ് ഒരു നോർമൽ ഒരു രീതിയിലായിരുന്നു നമ്മുടെ വീട് കിടന്നിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വലിയ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളോ അല്ലെ ഫർണിഷ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു നോർമൽ വീട്. അപ്പൊ അങ്ങനെ ഇന്ന് കുറെ നാളം കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് അതൊന്ന് ബെറ്റർ ആക്കി എടുക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഞാനൊരു ഗ്രാഫിക് ഡിസൈനർ ആയതുകൊണ്ടും പിന്നെ എനിക്കൊരു വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു എൻ്റെ തലയ്ക്കകത്ത് ആദ്യമേ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ബേസിക്കലി ലൈക്ക് എനിക്കൊരു മിനിമൽ അപ്രോച്ച് വേണ്ടതുകൊണ്ട് ഞാൻ ഒരുപാട് നെറ്റിലും ബാക്കി ഒരുപാട് സോഴ്സുകളും ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു. അതായത് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ, അതായത് ലൈക്ക് ഒരു എൻ്റെ തലയിലുള്ള ഐഡിയാസൊക്കെ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ കുറേ പോയി. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ഞാൻ കംപ്ലീറ്റ്ലി വേസ്റ്റ് ചെയ്തു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോഴാണ് എൻ്റെ കോൺസെപ്റ്റ്, എൻ്റെ ഒരു ഐഡിയ ഞാൻ എൻ്റെ ഫ്രണ്ട് സഞ്ജുവിനോട് ഞാൻ പറയുന്നത്. അപ്പോൾ സഞ്ജുവിനോട് പറഞ്ഞു, അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹിസ് നെയിം ഇസ് സിജോ. ഇങ്ങനെ എറണാകുളത്ത് അറ്റ്മോഫിക് എന്ന് പറയുന്ന ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ഫോം നടത്തുന്നുണ്ട്. അപ്പോൾ അവനുമായിട്ട് നീ ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ അവനോട് ആദ്യം പറഞ്ഞു, അളിയ എനിക്ക് ബഡ്ജറ്റ് ഒരു കൺസേൺ ആണ്, പക്ഷേ വലിയ ആസ്കുമാണ്. മുറ്റം നിറയെ പൂന്തോട്ടം എന്നുള്ള സ്കീം തന്നെയാണ് എനിക്ക് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ സഞ്ജു എനിക്ക് കോൺടാക്ട് ചെയ്യുന്നു സിജോയുടെ. ഞാൻ ഡയറക്റ്റ് സിജോനെ വിളിച്ചു. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച തന്നെയായിരുന്നു ഞാൻ വിളിച്ചത് പുള്ളിയെ. അപ്പം പുള്ളി അത് കഴിഞ്ഞ് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ദ വെരി നെക്സ്റ്റ് ഡേ ഹി കെയിം വിത്ത് ഹിസ് ടീം. അപ്പം വീട് ഈ ഒരു കോലത്തിലോ ഒന്നും അല്ലായിരുന്നു, ഇത് എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് ഒരു സംഭവമായിരുന്നു അത്. അപ്പം സിജോയും ഹേമന്തുമാണ് വന്നത്. അപ്പം അവരിത് വീട് ഫുള്ള് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച സിജോ ഇത് നടപടിയാവോ, കാരണം ഈ കോലത്തിൽ കിടക്കുന്ന വീടിനെ ഇങ്ങനെ ഒന്ന് മാറ്റിക്കൊണ്ട് വരുമോ എന്ന് പറഞ്ഞത് ചില്ലറ കാര്യമല്ല അത് ബേസിക്കലി. അപ്പം സിജോ പറഞ്ഞു ഡെഫിനറ്റ്ലി വി ക്യാൻ ഡു ഇറ്റ്. അത് പുള്ളി കട്ടായം ഉറപ്പ് പറഞ്ഞു. അപ്പം അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ, ഗോ ഫോർ ഇറ്റ്. ഞാൻ വേറെ ഒന്നും നോക്കാനും നിന്നില്ല, വേറെ ഒരു ആൾക്കാരെ ഹയർ ചെയ്യാനോ അങ്ങനെ ഒന്നും നിന്നില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് ആദ്യത്തെ ഒരു സംസാരത്തിലും അവസാനത്തെ ഒരു കുറച്ച് നാളത്തെ ടോക്കിങ്ങിൽ മനസ്സിലായി നമ്മുടെ വേവ് ലെങ്തും അതെ നമ്മൾ ചിന്തിക്കുന്ന സംഭവങ്ങളെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ റിക്വയർമെൻറ്റ് ഞാൻ ഓൾറെഡി സിജുവായിട്ട് ഞാൻ സംസാരിച്ചു. കാരണം ഞാൻ വളരെ മിനിമലായിട്ട് എനിക്ക് പോകണമെന്നാണ് ആഗ്രഹം. എനിക്ക് ഒരുപാട് എലമെൻസും ജാസി ടൈപ്പ് സാധനങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. വളരെ സിമ്പിൾ സ്ലീക്ക് ആയിട്ടുള്ള കുറച്ച് എലമെൻസാണ് എനിക്ക് ആവശ്യമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് സിജോ പോയി പുള്ളിയുടെ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്കതിൽ അത്ഭുതപ്പെട്ടു പോയത് ആദ്യമേ തന്നെ അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ടീം ബിൽഡ് ചെയ്തു. അതായത് നമ്മുടെ ഈ പ്രൊജക്റ്റിന് വേണ്ടി തന്നെ ഒരു ടീം അവർ ബിൽഡ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ റിക്വയർമെൻറ്റ്സും ചോദിച്ചു. ഞാനും അത് അങ്ങോട്ട് കൊടുക്കുന്നു. അവരവരുടെ ഡിസൈൻ ആ ഒരു ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. അതായത് എന്താ പറയുക, അവരുടെ മനസ്സിലുള്ള എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു വർക്ക് ഓൺ ഇറ്റ്. അപ്പം തന്നെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലൈക്ക് അടുത്ത വരുന്ന എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് എൻ്റെ കണ്ണ് തള്ളിപ്പോയത്. ഓക്കെ, അതായത് ബെഞ്ചോ എന്ന് പറയുന്ന സുഹൃത്തായിരുന്നു, അവരുടെ ഫാമിലിയുള്ളതാണ്. ഇപ്പം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. അപ്പം ബെഞ്ചോ ഒരു 3D സംഭവം ആദ്യത്തെ എനിക്ക് വരച്ചു തന്നു, ലൈക്ക് മൈൻഡ് ബ്ലോയിങ്. അതായത് എനിക്ക് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പിന്നെ വേറെ എനിക്കൊരു തോട്ടില്ലായിരുന്നു. കാരണം പിന്നെ എനിക്ക് 100% ഷുവർ ആയിരുന്നു, കാരണം ഇവരുടെ കയ്യിൽ സേഫാണ്, ദേ ക്യാൻ ഡു ദ ബെസ്റ്റ് ആൻഡ് ലൈക്ക് ആദ്യത്തെ ഇനീഷ്യൽ ഇംപ്രഷൻ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യമേ അവർ ചെയ്തത് തന്നെ ഒരു പ്രെയർ യൂണിറ്റ് ആയിരുന്നു. പ്രെയർ യൂണിറ്റിൻ്റെ ശേഷം അവർ കിച്ചൻ്റെ വർക്കും കൂടെ എനിക്ക് തന്നു. അപ്പം തന്നെ അത് കിടുവായി. അപ്പം ഞാൻ എൻ്റെ ഫാദറിനെ കാണിച്ചു, അപ്പനെ നമ്മുടെ കിച്ചൺ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അപ്പനും വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ പതുക്കെ ഓരോ 3D എലമെൻറ്റ്സ് ലൈക്ക് ഓരോ ബെഡ്റൂംസ്, ലിവിങ് റൂംസ്, ഡൈനിങ് ഏരിയ ഇതെല്ലാം വന്നു. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എക്സ്പെക്റ്റേഷൻ അവർ മീറ്റ് ചെയ്തിട്ടുണ്ട്. അത് 3D തന്നെ അവർ മീറ്റ് ചെയ്തിട്ടുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആകെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3D കാണിച്ച എലമെന്റ് തന്നെ നമുക്ക് ലൈവായിട്ട് ഇതിൻ്റെ അകത്ത് വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ചെറുതായിട്ട്. കാരണം 3D കാണിച്ചത് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുവാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. കാരണം ഞാൻ എൻ്റെ 2-3 സുഹൃത്തുക്കളെ കാണിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എടാ ഇതുപോലെ വന്നിട്ടുണ്ട്, സംഭവം കിടുവായിരിക്കും, നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഇവർ ജോലി തുടങ്ങിയപ്പം നമ്മളിത് വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ഒരു ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് January 16 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ലൈക്ക് ഇതിന് മുന്നോട്ടുള്ള കാര്യങ്ങളും അതിന് മുമ്പുള്ള കാര്യങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൊണ്ടുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അപ്പം May 5 നമ്മൾ ടാർഗറ്റ് വെച്ചിട്ട് May 5 എൻ്റെ അമ്മയുടെ ഒരു ആണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഈ സംഭവം തീർക്കണം, അതാണ് ഞാൻ ഇവർക്ക് കൊടുത്തേക്കുന്ന സംഭവം. അപ്പോൾ ഏകദേശം ഒരു 3.5 മാസമാണ് നമുക്ക് സമയം. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സംഭവം റിനോവേഷൻ എന്ന് പറയുന്ന സാധനം ഒരു 3.5 മാസം കൊണ്ട് ഇമ്പോസിബിൾ ആണ്. ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് 6 to 7 months ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടി വെക്കുന്നതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു തീർക്കാൻ പറ്റും. കാരണം ആ വിശ്വാസം എനിക്ക് സിജോ തന്നിട്ടുണ്ടായിരുന്നു. അറ്റ്മോഫിക്കിലെ സിജോ എനിക്ക് ഈ വിശ്വാസം തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ എൻ്റെ ടീം അവർ എനിക്ക്, ഞാൻ പേരെടുത്ത് പറയുവാണെങ്കിൽ ഭാഗ്യനാഥ്, സവാദ്, ബെഞ്ചോ, സിജോ, നീനു, ഇവരെല്ലാം എനിക്ക് അത്രയും ഒരു പ്രോമിസ് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് തീർന്നിരിക്കും എന്നെനിക്ക് 100 വട്ടം ഉറപ്പ് തന്നിരുന്നു. ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫട്ടാഫട്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം കൂടുമ്പം ഈ സാധനം ബ്രില്യൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് കിടുവായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ലൈക്ക് ഞാനും അപ്പനും ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പം ഒരുപാട് പൊടിയും പരിപാടികളെല്ലാം ഇടയ്ക്കാണ് നമ്മളിത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതുപോലും അവർ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് എത്രമാത്രം അവർ ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ അത് മുഴുവൻ അവർ ചെയ്തു തന്നു, എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നു. ഈ സംഭവം ഞാൻ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ May 1 എങ്ങാണ്ടാണ് നമ്മുടെ വർക്ക് ഫുള്ളായിട്ട് തീർന്നു കിട്ടുന്നത്. അതായത് എന്താണോ അവർ 3Dയിൽ എന്നെ കാണിച്ചു തന്നേക്കുന്നത് അതിനേക്കാൾ ഒരു പിടി മുന്നിലാണ് അവരുടെ ഔട്ട്പുട്ട് വന്നേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. അതായത് ഇപ്പം എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അവർ വന്ന് കാണുന്നു. കൂടാണ്ട് അതിലും എന്നെ അത്ഭുതപ്പെടുത്തി പോയത് നമ്മുടെ ഒരു 1600 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സിംഗിൾ സ്റ്റോറി വീടാണ്. ഇതിനകത്ത് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ അവരുടെ റിലേറ്റീവ്സിനെയും മറ്റുള്ള ആൾക്കാരെയും വന്നിട്ട് ഈ പ്രൊജക്റ്റ് കാണിക്കുവാണ്. അപ്പം നമുക്ക് സന്തോഷം തോന്നുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക, വളരെ പ്രൗഡായിട്ട് തോന്നുന്നു. കാരണം നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണുന്നു. അതായത് ഒരു യങ് ടീമിനെ തന്നെ, അതായത് നമ്മുടെ സെയിം വൈബുള്ള ഒരു യങ് ടീം ഈ സംഭവം ഇത്രയും കിടുവായിട്ട് നമുക്ക് ചെയ്തു തന്നതിലും, പിന്നെ ഈ വേറെ വരുന്ന ആളുകൾ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരെ വീട് വന്ന് നോക്കുന്നത്, അത് ഇൻക്ലൂഡിങ് ഞാൻ പറയുന്നത് ഒരുപാട് പേര് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അല്ല ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇനി വീട് ചെയ്ത ഇലക്ട്രിക് ആൾക്കാരോ അല്ലെ പെയിൻറ്റിങ്ങുകാരോ, ഇവരെല്ലാം കൊണ്ട് കാണിക്കുന്നുണ്ട്. അത് ദിസ് പ്രോജക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുമായിരുന്നു. അതിനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവരുടെ പ്രൈസ് കൊട്ടേഷൻ ആയിരുന്നു. കംപ്ലീറ്റ്ലി അഫോർഡബിൾ, അതിൽ യാതൊരു സംശയവും. ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ ലൈക്ക് ഫ്രം മൈ ഹാർട്ട് ഐ എം സെയിങ് ദാറ്റ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അഫോർഡബിൾ ആൻഡ് കിട്ടിലൻ ടീം. കാരണം അവർ ഓരോ സമയത്ത് ഞാനിങ്ങനെ ഇവരെ വിളിക്കും എന്ന് വെച്ചാൽ ഒത്തിരി പ്രഷർ അങ്ങോട്ടും കൊടുക്കുന്നില്ല, അവരായിട്ട് ഇങ്ങോട്ടും പറയുന്നില്ല, വളരെ കൂളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടീം. കാരണം സെയിം വൈബ് ആകുമ്പോൾ പിന്നെ നമുക്ക് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നതാണ്. കാരണം എനിക്ക് ഒരിക്കലും അങ്ങോട്ട് ഇന്നത് വേണം അങ്ങനെ വേണം എന്ന് പറയാം. പക്ഷെ അവർ തന്നെ ഓട്ടോമാറ്റിക്കായി ഓൾറെഡി ഈ സാധനം അറിഞ്ഞ് അവർ ചെയ്യുകയാണ്. കാരണം നമുക്ക് അങ്ങോട്ട് പറയേണ്ട പോലും കാര്യമില്ല. അതായത് ഇന്നത് ചെയ്യാവോ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം അവർക്ക് എൻ്റെ റിക്വയർമെൻറ്റ് ഓൾറെഡി മനസ്സിലായി. അതിനപ്പുറം അവരെനിക്ക് ചെയ്തു തരുകയും ചെയ്തു. ആൻഡ് ഐ എം ടോട്ടലി ഹാപ്പി വിത്ത് അറ്റ്മോഫിക്. റിയലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ കുഡ് മീറ്റ് ദം ആൻഡ് ലൈക്ക് എനിക്ക് അവരെ കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും ഇത് ചെയ്തതിലും മോർ ഓവർ ഒരു നല്ലൊരു ബോണ്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പും കീപ്പ് ചെയ്യാൻ പറ്റി. ഒരുപാട് പേർക്ക് ഞാൻ റെഫർ ചെയ്യുന്നുണ്ട് അറ്റ്മോഫിക്കിനെ ഇപ്പം. So yeah, I'm truly happy and truly grateful for this wonderful team.